NSS-SNDP പരസ്യ പ്രതിഷേധത്തിൽ വെട്ടിലായി കോൺഗ്രസും UDF-ഉം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരു സാമുദായിക നേതാക്കൾ നടത്തിയ വിമർശനം രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്നും UDF നേതൃത്വം ഭയക്കുന്നു. അതേസമയം കൂടുതൽ പ്രതികരണം നടത്തി പ്രകോപനമുണ്ടാക്കരുതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ധാരണ. 10 വർഷമായി ഭരണത്തിലുള്ള ഒരു സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം സാമുദായിക നേതൃത്വം പോലും അത് തിരിച്ചറിയുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി പോലും പറയുന്നു. മാത്രമല്ല പ്രതിപക്ഷത്തെ സാമുദായിക നേതാക്കൾ വിശ്വാസത്തിൽ എടുക്കുന്നുമില്ല. നിലപാട് എൻ്റെ പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ, നിലപാടിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രശ്നമില്ല. 2 പ്രാവശ്യം ഇപ്പോൾ ഈ ഗവൺമെൻറ് ഭരിച്ചു, 3ാമതും വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴും ഞാൻ കാണുന്നത്. അടി കിട്ടും, ഒരു സംശയമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും. അത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരാരും യോഗ്യരല്ല. അപ്പോൾ വരാൻ പോകുന്നത് എന്നാന്ന് കണ്ടറിഞ്ഞു. എന്താ അതൊക്കെ ഈ തരത്തിലാണ് കയ്യിലിരിപ്പെങ്കിൽ അത് അതിൻ്റെ ഫലം അനുഭവിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരു സാമുദായിക നേതാക്കളും നടത്തിയ വിമർശനം രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് UDFന്റെ വിലയിരുത്തൽ. അവർ ആൾ ഇന്ത്യ ബേസിൽ തന്നെ പ്രസക്തി പറഞ്ഞില്ലേ? 6 പേരുണ്ടായിരുന്നു, അവർ പോലും പോയില്ലേ? ഇപ്പോൾ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്ക്. മുസ്ലിം ലീഗ് പറയുന്ന അനുസരിച്ച് ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന ഒരു പ്രസ്ഥാനമായി ആയി അധപ്പതിക്കേണ്ട ഒരു ഗതികേട് വന്നില്ലേ കോൺഗ്രസിനകത്ത്? കോൺഗ്രസിന് പ്രസിഡന്റ് ഉണ്ടല്ലോ, എല്ലാത്തിനും പുള്ളിക്കറി ചാടിക്കയറി പറയാൻ ഒരു അധികാരപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും അത് ശരിയാണ്. ഈ പ്രസിഡന്റിനെ നോക്കുകൂത്തിയാക്കി വെച്ചുകൊണ്ട് എല്ലാത്തിനും കയറി അഭിപ്രായം, അദ്ദേഹമല്ല ഈ ശത്രുക്കളെ മുഴുവൻ ഉണ്ടാക്കുന്നത്. അതേസമയം കൂടുതൽ പ്രതികരണം നടത്തി പ്രകോപനം ഉണ്ടാക്കരുതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ധാരണ. പക്ഷേ VD സതീശൻ പൂർണ്ണമായി പ്രതിരോധത്തിലാണ്. അല്ല, അത് എല്ലാവർക്കും ഇപ്പം ഞാനിപ്പോൾ അവർക്കെതിരായിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ ആകെ വർഗീയത പറയരുതെന്ന് മാത്രമേ പറഞ്ഞു. വർഗീയത പറയരുതെന്നുള്ളൊരു വാക്ക് മാത്രമേ പറയുള്ളൂ. അതിൻ്റെ പേരിലല്ല ഞാനാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്. പിന്നെ വ്യക്തിപരമായി എല്ലാവർക്കും നമ്മൾ ഇഷ്ടമായിക്കൊള്ളുന്നില്ലല്ലോ. വ്യക്തിപരമായി നമ്മളെല്ലാവർക്കും നമ്മുടെ രീതികൾ ചിലപ്പോൾ ഇഷ്ടമാകണമെന്നില്ല, നമ്മുടെ സമീപനം ചിലപ്പോൾ ഇഷ്ടമാകണമെന്നില്ല. അത് അവരുടെ അവകാശമാണ്. വ്യക്തിപരമായുള്ള നമ്മളോടുള്ള അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാൻ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കട്ടെ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.